തൃശൂർ നഗരത്തിൽ ജനിച്ചു വളർന്ന് നാടിനെ അടുത്തറിയുന്ന ഒരാൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ തുടങ്ങി ഇപ്പോൾ തൃശൂർക്കാർക്ക് ഏറെ സുപരിചിതനായ CPM ഏരിയ സെക്രട്ടറിയായ അനൂപ് ഡേവിസ് കാടയാണ് നമ്മുടെ കൂടെയുള്ളത്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ തകൃതിയായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പിന്? തികച്ചും ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ CPM ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നോക്കി കാണുന്നത്. കോർപ്പറേഷനിലെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ ഒട്ടനവധി അനുഭവിച്ച ഒരു വ്യക്തി, ഒരു കൗൺസിലർ എന്ന നിലയിൽ അനുഭവിച്ച ഒരു വ്യക്തി എന്ന് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മധൈര്യവും ആത്മവിശ്വാസവും ആയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണെന്ന് പറയാം. കാരണം BJP വളരെയധികം ശക്തി പ്രാപിക്കുകയുണ്ടായി തൃശ്ശൂർ. അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPMഉം BJPയും തമ്മിലാണോ, CPMഉം കോൺഗ്രസും തമ്മിലാണോ, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ചെറുതായി കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച വികസന പ്രക്രിയയിൽ ഈ നാട്ടിൽ മുഴുവൻ ജനങ്ങളും, ഇപ്പോൾ കുറുക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് വരെയുള്ള കോൺക്രീറ്റിൻ്റെ റോഡ് ഈ നാട്ടിലെ ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയാണ്. ഇപ്പോൾ ആകാശപാത, ജനറൽ ഹോസ്പിറ്റലിൻ്റെ വികസനം, കുടിവെള്ളത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പുതിയ പദ്ധതികൾ, ഏകദേശം 200 കോടി രൂപയോളമുള്ള ചിലവഴിച്ച പദ്ധതികൾ, അപ്പോൾ പുതിയ MLDയുടെ പ്ലാന്റ്, അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഒരു 100 പദ്ധതികൾ എനിക്ക് പറയാൻ വേണ്ടി കഴിയും. ആ പദ്ധതികളൊക്കെ തന്നെ നാടിനകത്ത് സമർപ്പിച്ച ചെറുതും വലുതുമായ പദ്ധതികളുടെ തുടർച്ചയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ CPM എന്നുള്ളതും അതുപോലെ തന്നെ CPMൻ്റെ LDFൻ്റെ ഘടകകക്ഷികൾ ചേർന്നിട്ടുള്ള പാർട്ടിയായിരിക്കും വിജയിക്കുക എന്നുള്ളത് 100% ഉറപ്പാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ 2 പാർട്ടികളും മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കുന്ന പാർട്ടികളുടെ ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മത്സരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ്. അതിൽ സംഘടനാപരമായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുള്ള ചിട്ടയായ ഐക്യത്തോടെയുള്ള ഒരു പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നത് എന്നും കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്.